യമുനാ നദിയുടെ ഇരുകരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയായിരുന്നു വ്രജ. വ്രജയുടെ ഹൃദയത്തിൽ കളിച്ചു വളർന്ന് പിൽക്കാലത്ത് ഒരു മഹാ ഇതിഹാസ പുരുഷനായി മാറിയ ഒരുവന്റെ നാമധേയം നന്ദഗോപർ. മഹാഭാഗവത പുരാണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാകുന്നു നന്ദഗോപർ. ശിവപാർവതി പൗത്രനായ യയാതിയുടെ പുത്രനായ യദുവിന്റെ വംശത്തിലെ പിൻതലമുറക്കാരനായ യാദവകുലത്തിന്റെ രാജപ്രമുഖനായിരുന്നു ദേവമിത. ദേവമിതയുടെയും പ്രശസ്തനായ ശൂരസേനന്റെ സഹോദരനുമായിരുന്നു പർജന്യൻ. ശൂരസേനൻ എന്നാൽ മധുരയിലെ യാദവ ഭരണാധികാരിയായിരുന്നു. ഈ പർജന്യ സഹോദരൻ മരീഷ എന്ന നാഗകന്യകയെ വിവാഹം ചെയ്യുകയും അദ്ദേഹത്തിന് സമുദ്രവിജയൻ, വാസുദേവൻ, പൃഥ എന്നിങ്ങനെയുള്ള സന്തതികളും ജന്മം കൊണ്ടു. പർജന്യാവട്ടെ വരിയാസി എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ 5 പുത്രന്മാർ പിറവികൊള്ളുകയും ചെയ്തു. അവർ യഥാക്രമം ഉപാനന്ദൻ, അഭിനന്ദൻ, നന്ദൻ, സാനന്ദൻ, നന്ദനൻ എന്നിങ്ങനെയായിരുന്നു നാമങ്ങൾ. നന്ദഗോപരും വസുദേവരും അതിനാൽ തന്നെ സഹോദരപുത്രന്മാരും ആകുന്നു. വസുദേവർക്കും ദേവകരാജകുമാരിയായ ദേവകിക്കും ജന്മം കൊണ്ട ഭഗവാൻ നാരായണന്റെ അവതാരമായ ശ്രീകൃഷ്ണനെയും ആദിശേഷാവതാരമായ ഭഗവാൻ ബലരാമനെയും വളർത്തി. അങ്ങനെ അവരുടെ വളർത്തു പിതാവായി നന്ദഗോപർ. യാദവകുല ശ്രേഷ്ഠനായിരുന്ന സുമുഖന്റെയും പാതാളദേവിയുടെയും പുത്രിയായ യശോദയെ നന്ദൻ വിവാഹം ചെയ്തു. യശോദ നന്ദന്മാർക്ക് വിന്ധ്യാവാസിനി, മഹാമായ എന്നീ വിശേഷണങ്ങളുള്ള മഹാമായ പിറവികൊണ്ടു. അങ്ങനെ ഗോക്കളെ വളർത്തി ഉപജീവനം നയിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ മുഴുവൻ തലവനായി തീർന്നു നന്ദഗോപർ. നന്ദഗോപർക്ക് 9 ലക്ഷം ഗോക്കൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ഏകാദശി വ്രതം നോറ്റിരുന്ന നന്ദഗോപർ സ്നാനത്തിനായി യമുനാ നദിയിലേക്ക് ഇറങ്ങും വേളയിൽ അദ്ദേഹത്തെ ഒരു അസുരൻ നദിയുടെ അടിത്തട്ടിലേക്ക് അപഹരിച്ചു. തൻ്റെ നന്ദപിതാവിനെ അപഹരിക്കപ്പെട്ടു എന്നറിഞ്ഞ കണ്ണൻ നദിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി. ആ അസുരനെ തേടി ഭഗവാൻ ചെല്ലുകയും ഭഗവാന്റെ സ്പർശനമേറ്റ വരുണദേവൻ കൃതാർത്ഥനാകുകയും ചെയ്തു. അസുരൻ നിമിത്തം നന്ദഗോപർക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ വിഷണനായ വരുണദേവൻ കൃഷ്ണനോട് മാപ്പപേക്ഷിക്കുകയും നന്ദരെ തിരികെ അയക്കുകയും ചെയ്തു. ഭഗവാന്റെ ദർശനത്തിൽ മോക്ഷം പ്രാപ്തമായ അസുരൻ ഒരു ഗന്ധർവനായിത്തീരുന്നു. ശാപം നിമിത്തം ഇത്രയും കാലം അദ്ദേഹം ജലത്തിൽ കഴിഞ്ഞു. ഭഗവത് ദർശനത്താൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു. ഇവയൊക്കെ ദർശിച്ചപ്പോൾ നന്ദഗോപർക്ക് മനസ്സിലായി തൻ്റെ കണ്ണൻ നിസ്സാരനായ ഒരു ബാലകനല്ല എന്നും അദ്ദേഹം ആ കാര്യം വ്രജാവാസികളെയും ഗോകുലവാസികളെയും അറിയിച്ചു. ഭഗവാന്റെ വളർത്തു പിതാവ് എന്ന സന്തോഷത്തിൽ ജന്മ പൂവണിഞ്ഞതിൽ ആഹ്ലാദചിത്തനായി നന്ദർ ജീവിച്ചു.